എല്ലാവരും സേഫ് ആൻഡ് ഹാപ്പി ആയിട്ട് ഇരിക്കാന്ന് വിചാരിക്കുന്നു. സോ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞ് ന്യൂ ഇയർ ആവാറായിട്ടുണ്ട്. എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ, നല്ലൊരു വർഷമാവട്ടെ. സോ ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കണോ വേണ്ടതെന്നൊക്കെ കുറെ ആലോചിച്ചിട്ട് ലാസ്റ്റ് ഷൂട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ് കേട്ടോ. ഇതിപ്പോൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പോസ്റ്റ് ചെയ്യുമെന്നല്ല എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. എനിവേ 2025 കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. കാരണം എൻ്റെ ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നടന്ന, നല്ലതും ചീത്തയായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ നടന്ന ഒരു ഇയർ ആയിരുന്നു 2025. അതിൽ എൻ്റെ മൈൻഡിൽ സ്റ്റക്കായി കിടക്കുന്ന ഒരു 2 ഇൻസിഡൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ഞാൻ വിചാരിച്ചു. മേ ബി ഞാൻ പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ കുറച്ച് പേർക്ക് റിലേറ്റബിൾ ആയിരിക്കും, കുറച്ച് പേർക്ക് ബോറടിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ളവർ സ്കിപ്പ് ചെയ്ത് പോവാം കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും, ഞാൻ ഓൾറെഡി വീഡിയോസ് ഒക്കെ എടുത്തു വെച്ച് ലാസ്റ്റ് ആണ് ഇങ്ങനെ വോയിസ് ഓവേഴ്സ് ഒക്കെ കൊടുക്കാറ്. ഇപ്പൊ ഇങ്ങനെ ഡയറക്റ്റ് വീഡിയോ എടുക്കുന്ന സമയത്ത് തന്നെ സംസാരിക്കാനായിട്ട് എനിക്ക് അതുകൊണ്ട് സത്യം പറഞ്ഞാൽ വലിയ ഐഡിയ ഒന്നും ഇല്ല. അപ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ഷമിക്കാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാഷ്വലായിട്ട് സംസാരിച്ച് പോകാമെന്ന് മാത്രമേ വിചാരിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ 2025 എൻ്റെ ലൈഫിൽ നടന്ന 2 ഇൻസിഡൻസ് ആണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അത്യാവശ്യം വലിച്ചു നീണ്ടാതെ ഷോർട്ടാക്കി പറയാനായിട്ട് നോക്കാം കേട്ടോ. സോ ഫസ്റ്റ് ഇൻസിഡന്റ് എന്ന് പറയുന്നത് 2025 ഒരു ഫസ്റ്റ് ഹാഫ്, അതായത് ഒരു ഫെബ്രുവരി മാർച്ച് ആ ഒരു ടൈമിൽ നടന്നൊരു കാര്യമാണ്. എൻ്റെ ലൈഫിൽ ഞാൻ ഒത്തിരി വാല്യൂ കൊടുത്തിരുന്ന, എന്നാൽ എനിക്ക് ഒട്ടും വാല്യൂ തരാതിരുന്ന ഒരാൾ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. എൻ്റെ ലൈഫിൽ നിന്ന് പോയി. അതിനെപ്പറ്റിയൊക്കെ നമുക്ക് പറയാം. ആൻഡ് സെക്കൻഡ് ഇൻസിഡന്റ് എന്ന് പറയുന്നത് 2025 ഒരു സെക്കൻഡ് ഹാഫിൽ, അതായത് കുറച്ച് ദിവസം മുമ്പ് എനിക്ക് ഒത്തിരി വാല്യൂ തന്നിരുന്ന, എൻ്റെ ഭയങ്കര കാര്യമായിരുന്ന, എന്നാൽ ഞാൻ ഒട്ടും വാല്യൂവും റെസ്പെക്റ്റും ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കാതിരുന്ന ഒരാൾ എൻ്റെ ലൈഫിൽ നിന്ന് പോയി, അല്ലെങ്കിൽ ഈ ലോകത്ത് നിന്ന് തന്നെ പോയി കുറച്ച് ദിവസം മുമ്പ്. ഫസ്റ്റ് പറഞ്ഞ കാര്യമായിരിക്കും കുറേ പേർക്ക് റിലേറ്റബിൾ ആയിട്ടുണ്ടാവുക. അതിനെപ്പറ്റിയായിരിക്കും എനിക്ക് കുറച്ച് അധികം പറയാനുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം വെച്ച് നമുക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് ഇൻസിഡന്റ് എന്ന് പറയുന്നത് ഈ ഫ്രണ്ട്ഷിപ്പിൽ വന്ന ബ്രേക്കപ്പ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ എന്തോരം ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു, എന്തോരം ക്ലോസ് ആയിരുന്നു എന്നൊക്കെ ഞങ്ങളെ പേഴ്സണലി അറിയാവുന്നവർക്ക് അത്യാവശ്യം നല്ലോണം അറിയായിരിക്കും. ഈ മിണ്ടി ലാസ്റ്റ് മിണ്ടാതായി ആ ഒരു കാറ്റഗറി ഓഫ് ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു കേട്ടോ. ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത്രയും ക്ലോസ് ആയിരുന്നു ഞങ്ങൾ, ഇപ്പൊ ഇത്രയും വലിയ സ്ട്രേഞ്ചേഴ്സ് ആവാനുള്ള റീസൺ എന്താണെന്ന് സത്യം പറഞ്ഞാൽ ഇപ്പൊ വരെ എനിക്ക് അറിയില്ല കേട്ടോ. എന്റെ സൈഡിൽ നിന്നുള്ള എന്തെങ്കിലും മിസ്റ്റേക്ക് ആണോ എന്ന് ചോദിച്ച് കുറെ ഞാൻ പുറകെ നടന്നിട്ടുണ്ട്. പിന്നെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഹോൾഡ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് പട്ടിയുടെ പോലെ ഞാൻ കരഞ്ഞു പുറകെ നടന്നിട്ടുണ്ട്. എന്തെങ്കിലും ഇഷ്യൂസ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻസ് വരാണെങ്കിൽ അത് പറഞ്ഞ് സോൾവ് ആക്കാൻ ഞാൻ കുറെ ട്രൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ എന്റെ സൈഡിൽ നിന്ന് പറ്റാവുന്ന അത്ര മാക്സിമം എഫേർട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ എൻ്റെ സൈഡാണ് പറയുന്നത്, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ സൈഡ് എനിക്ക് അറിയില്ല. കുറേ ഞാൻ ചോദിച്ചെങ്കിലും ഞാൻ ഉദ്ദേശിച്ച രീതിയിലൊരു ആൻസർ ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. സോ കുറേ അവോയ്ഡിങ്ങും കുറേ വാല്യൂ തരാത്ത രീതിയിലത്തെ സിറ്റുവേഷൻസ് ഒക്കെ വന്നപ്പോഴേക്കും ഞാൻ 2 ദിവസം മിണ്ടാതിരുന്ന് നോക്കി. എപ്പോഴും ഞാൻ അങ്ങോട്ട് ചെന്നാണ് സോൾവ് ആക്കാറുള്ള ഓരോ കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്നുള്ളൊരു ചെറിയ പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. അങ്ങനെ 2 ദിവസം മിണ്ടാതിരുന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ശരിക്കും മനസ്സിലായത് അവരുടെ ലൈഫിൽ ഞാൻ ഉള്ളതും ഇല്ലാതൊക്കെ ഒരുപോലെ ആയിരുന്നു. കാരണം ഞാനിടുന്ന എഫേർട്ടും ഞാൻ കൊടുക്കുന്ന വാല്യൂ ഒന്നും എനിക്ക് തിരിച്ച് കിട്ടിയില്ല എന്ന് മനസ്സിലാക്കിയൊരു ടൈമായിരുന്നു കേട്ടോ. ഇത്രയും നാള് നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന, നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആള് തന്നെയാണോ ഈ നിൽക്കുന്നതെന്ന് നമുക്ക് ഡൗട്ട് അടിക്കുന്ന ഒരു ടൈമായിരുന്നു കേട്ടോ. അപ്പോഴേക്കും അത്രയും ഞാൻ ഡൗൺ ആയി പോയി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ആ ഫ്രണ്ട്ഷിപ്പ് കട്ട് ചെയ്തു.